എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് 2025 ഡിസംബർ 3 ബുധനാഴ്ച. മാർക്കറ്റ് വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നും റെഡിനാണ്. കണ്ടിന്യൂ 3 ഡേയ്സായി റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് FISന്റെ കണ്ടിന്യൂ സെല്ലിങ്ങും അതുപോലെ തന്നെ ട്രേഡിംഗ് അനിശ്ചിതത്വങ്ങളും മൂലം നമ്മുടെ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ന്ന നിലയിലേക്ക് ഇടുകയും റിസർവ് ബാങ്ക് മോണിറ്ററി പോളിസി തീരുമാനത്തിന് മുന്നോടിയായി ഇൻവെസ്റ്റേഴ്സ് ജാഗ്രത പാലിച്ചതും കാരണമാണ് കണ്ടിന്യൂ 3-ാം ദിവസവും ഇന്ന് ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ കൺസോളിഡേഷനിലുമാണ്. കഴിഞ്ഞ മാസം അതായത് നവംബറിൽ വ്യാവസായിക പ്രവർത്തനങ്ങൾ മിതമായാണ് നടന്നത്. അതുപോലെ മാനുഫാക്ചറിംഗ് PMI പുതിയ ഓർഡറുകൾ മന്ദഗതിയിലാകുകയും പിന്നെ കയറ്റുമതി ആവശ്യകത കുറയുകയും ട്രേഡിംഗ് കമ്മിയിൽ വർധനവുണ്ടാവുകയും ചെയ്തു. ഇനി ഫെഡ് റിസർവും ECB മോണിറ്ററി പോളിസിയും കറൻസിയുടെ വോളറ്റൈലിയും മുൻകൂട്ടി ഇൻവെസ്റ്റർമാർ വിലയിരുത്തി എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് വേൾഡ് മാർക്കറ്റുകളെല്ലാം തന്നെ മിക്സഡ് ആയിരുന്നു. അതേസമയം BOJ കർശനമാക്കുമെന്നും സർക്കാർ ചെലവ് വർദ്ധിക്കുമെന്നും പ്രതീക്ഷിച്ചതിനാൽ ജപ്പാനീസ് ബോണ്ട് ഏർണിങ്സിൽ കുതിച്ചു ചാട്ടമുണ്ടായതിനെ തുടർന്ന് മാർക്കറ്റ് സെന്റിമെന്റ്സ് ജാഗ്രത പാലിച്ചു. സെക്കൻഡ് ക്വാർട്ടറിലെ ശക്തമായ GDP ഡാറ്റയ്ക്ക് ശേഷം നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത കുറഞ്ഞിരിക്കുകയാണ്. ഈ ആഴ്ച RBIയുടെ മോണിറ്ററി പോളിസി നിർണായകമാകും, പ്രത്യേകിച്ച് ബാങ്കുകൾക്ക്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സൈക്കോളജിക്കൽ ലെവലായ 26,000-ന് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 25,900 25,875, 25,950 എന്ന റേഞ്ചിൽ കൺസോൾട്ടേഷൻ ആവുകയും ചെയ്തു. ഫസ്റ്റ് ടൈം സെല്ലിംഗ് പ്രഷർ നിഫ്റ്റിയെ താഴേക്ക് കൊണ്ടുപോയി. പക്ഷേ സപ്പോർട്ട് സോണിന് സമീപം സ്റ്റേബിളായ ബയ്യിങ് പ്രഷർ ഉള്ളതുകൊണ്ട് കൂടുതൽ തകർച്ചയെ നിയന്ത്രിക്കുകയാണ് ചെയ്തത്. ലാസ്റ്റ് അവറിൽ നിഫ്റ്റി വീണ്ടും 26,000 എന്നുള്ള റേഞ്ച് റിക്കവറിക്ക് ശ്രമിച്ചു. പക്ഷേ ഈ ലെവലിൽ സ്റ്റേബിളായ സപ്ലൈ റിക്കവറിക്ക് തടസ്സമാവുകയാണ് ചെയ്തത്. അതിൻ്റെ ഫലമായി ഈ ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസിന് താഴെ ക്ലോസ് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ തുടർച്ചയായി ലോ സൈഡിൽ 5 ടൈമാണ് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. ഇത് ഷോർട്ട് ടേം വീക്ക്നെസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ലോവർ ഹൈ ലോവർ ലോ ഫോമിങ് ഇൻട്രാഡേ പുൾ ബാക്കിലെ സെല്ലിംഗ് പ്രഷറിനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. മീനിങ് ഫുൾ റിക്കവറിയും 26,300 ഉള്ള മൂവ്മെൻറ്റ് സാധ്യതയ്ക്ക് നിഫ്റ്റി നിർണായകമായി 26,100 എന്നുള്ള ഈ റേഞ്ചിന് മുകളിൽ റിക്കവർ ചെയ്യുകയും സസ്റ്റെയിൻ ചെയ്യുകയും വേണം. എന്നാൽ മാത്രമേ 26,300 എന്നുള്ള റേഞ്ചിലേക്ക് എത്തുകയുള്ളൂ. ഇന്ന് നിഫ്റ്റി 46 പോയിന്റ് നെഗറ്റീവിലാണ്, 25,986 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 3 പോയിന്റ് നെഗറ്റീവിൽ ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 85,106. ബാങ്ക് നിഫ്റ്റി 74 പോയിന്റ് പോസിറ്റീവിൽ 59,348 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബ്രോഡർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ്പ്, നിഫ്റ്റി സ്മോൾ ക്യാപ്പ് എന്നിവ 0.25% മുതൽ 1% വരെ ഇടുകയാണ് ചെയ്തത്. സെക്ടറൽ വൈസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി PSU 3.07%, ആട്ടോ, കൺസ്യൂമർ ഡ്യൂറബിൾസ്, മെറ്റൽസ്, ഫിനാൻഷ്യൽ സർവീസസ്, FMCG, ഓയിൽ ആൻഡ് ഗ്യാസ് എന്നിവയെല്ലാം റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നേരെ മറിച്ച് നിഫ്റ്റി IT, മീഡിയ എന്നിവ പോസിറ്റീവിലും ക്ലോസ് ചെയ്തു. ഇന്ന് നിഫ്റ്റിയിൽ വിപ്രോ, TCS, ICICI ബാങ്ക്, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ഇൻഫോസിസ് ഇവയാണ് അത്യാവശ്യം ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. 1.1% മുതൽ 1.8% വരെ പോസിറ്റീവിലാണ്. അതേസമയം 37 സ്റ്റോക്കുകൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അവയിൽ മാക്സ് ഹെൽത്ത് കെയർ, അദാനി എൻ്റർപ്രൈസസ്, ഭാരത് ഇലക്ട്രോൺ, ടാറ്റ കൺസ്യൂമർ, ശ്രീറാം ഫിനാൻസ് എന്നിവ കൂടുതൽ തകർച്ചയ്ക്ക് നേതൃത്വം നൽകി. 1.8% മുതൽ 2.8% വരെയാണ് ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് റിപ്പോർട്ടുകൾ ഇതൊക്കെയാണ്. ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് പരിശോധിക്കാം. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 59,220 താഴെയാണ് നമ്മൾ എൻട്രി പറഞ്ഞിരുന്നത്. ഇന്ന് ഓപ്പൺ ചെയ്തത് 59,210 അതിനുശേഷം മുകളിലേക്ക് പോയി വീണ്ടും നമ്മുടെ സപ്പോർട്ട് ലെവലുകൾ ബ്രേക്ക്ഔട്ട് ചെയ്തു. നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ നമുക്ക് എൻട്രി ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും ഈ ഒരു
സോണ് വരെ 220 പോയിന്റിൻ്റെ റാലി നമുക്ക് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ലഭിച്ചിട്ടുണ്ട്. അതേസമയം നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് 25,980 താഴെയാണ് എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത് സപ്പോർട്ട് സോണായിട്ട്. നമുക്ക് ഇന്ന് ഓപ്പൺ ചെയ്തത് 26,045 അതായത് നമ്മുടെ സപ്പോർട്ട് ലെവലിന് മുകളിൽ സ്ലൈറ്റ്ലി താഴേക്ക് വരികയാണ് ചെയ്തത്. സെക്കൻഡ് ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുത്ത സ്ഥിതിക്ക് നമുക്ക് ഈ ഒരു റേഞ്ചിൽ നിന്ന് പിടിക്കുകയാണെങ്കിൽ ഈ റേഞ്ചിൽ നിന്ന് നോക്കിയാൽ മതി. അത് നോക്കുമ്പോൾ നമുക്ക് 58-60 പോയിന്റോളം ഡൗൺ സൈഡിലേക്ക് റാലി നടത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഇന്ന് 2 ഇൻഡെക്സിലും അത്യാവശ്യം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നാളെ സപ്പോർട്ടായിട്ട് ഈ ഒരു ഏരിയ വാച്ച് ചെയ്യാം. 25,900. ഓക്കെ, 25,900 സപ്പോർട്ടും അതുപോലെ റെസിസ്റ്റൻസ് ആയിട്ട് 26,010. ഇവിടെ നാളെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണെങ്കിൽ താഴേക്ക് വന്ന് റീടെസ്റ്റ് കയറുമ്പോൾ എൻട്രി ചെയ്താൽ മതിയാവും. അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് ഈ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൽ വാച്ച് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് ഈ ഒരു 58,930 സപ്പോർട്ടും റെസിസ്റ്റൻസ് ആയിട്ട് 59,420. ഓക്കെ, നിഫ്റ്റിയെ പോലെ തന്നെ നാളെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണെങ്കിൽ ഇതിന് താഴെ വന്ന് റീടെസ്റ്റ് നടത്തി തിരിച്ച് കയറുമ്പോൾ മാത്രം എൻട്രി എടുത്താൽ മതിയാവും. അതിന് മുന്നേ ചാടി വീഴരുത്. ട്രേഡ് എടുക്കുന്നവരാണെങ്കിൽ നാളെ നല്ലൊരു പ്രോഫിറ്റ് ബിൽഡ് ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റ് ബിൽഡ് ആവട്ടെ എന്ന് ആശംസിച്ച് നിർത്തുന്നു. ബൈ.